നല്ലൊരു പുലർത്തലൊപ്പം കണ്ടിട്ടും പോയിരിക്കുന്നത്. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പ്രേക്ഷകരുടെ നെഞ്ച് തകർക്കുന്ന ആ മരണം അത് സംഭവിക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് പെടക്കടന്ന് കരയുന്നുണ്ട്. അപ്പൊ മാർക്കോ പോയതാണ് ആകെ ഒരു ആശ്വാസം. പക്ഷെ മാർക്കോനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, മാർക്കോ ചെന്നിട്ട് മാർക്കോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ദൈവമേ ഒരു കാലന്റെ അടുത്തേക്കാണ് രണ്ടുപേരും പോയിരിക്കുന്നത് എന്നും പറഞ്ഞ് മഹാലക്ഷ്മി അവിടെ കിടന്ന് നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ മഹാലക്ഷ്മിയുടെ കരച്ചിൽ കണ്ടിട്ട് നമ്മുടെ മഞ്ജുവും ലേഖ എല്ലാവരും ഭയങ്കരമായിട്ട് കരയുവാണേ. അപ്പുറത്ത് നമ്മുടെ മാർക്കോ മേഘനാഥന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, നീയും സാറിനെയും കൂട്ടി എന്റെ ബൈക്കിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോ ഫ്രണ്ടിൽ ബുള്ളറ്റ് ആയിട്ട് ഇങ്ങനെ പോകുവാണ്. എന്നിട്ട് ബാക്കിൽ കാറിൽ നമ്മുടെ മേഘനാഥനും കണ്ണനും കൂടി പോകുന്നു. അപ്പൊ നമ്മുടെ ദേവി മുത്തശ്ശി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടേ, അതായത് ഒരു അപകടവും പറ്റാതിരിക്കാൻ വേണ്ടി. പക്ഷെ മേഘനാഥൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, പാഞ്ഞു പോകുന്ന ബൈക്കിന് പിന്നാലെ പാഞ്ഞൊരു വന്ന് കാർ ഇടിച്ചാല് അവൻ ആ സ്പോട്ടിൽ തീരും എന്നും പറഞ്ഞ് കാർ അങ്ങോട്ട് ആ ബൈക്കിന്റെ പിന്നിലൊക്കെ ഒറ്റയിടിച്ച് കയറ്റനാട്ടോ. മാർക്കോ തെറിച്ച് അവിടെ റോട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. ഇനി മാർക്കോന്റെ അന്ത്യമാണോ അത്? കണ്ണനാണെങ്കിൽ മാർക്കോ എന്നും പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. മേഘനാഥൻ ഭയങ്കരമായിട്ട് കിടന്ന് അട്ടഹസിക്കുന്നുണ്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ മാർക്കോയും കണ്ണനും ഒരുമിച്ചാണോ ഇനി തീരാൻ പോകുന്നത്? ഇത് മഹാലക്ഷ്മിയുടെ ക്ലൈമാക്സോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.